അപ്പോൾ എല്ലാവർക്കും KL42 റൈഡേഴ്സ് കോർണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ ഗിയർലെസ് സ്കൂട്ടറുകളുടെ മൈലേജ് പ്രോബ്ലംസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗിയർലെസ് സ്കൂട്ടറുകൾ തുടക്കത്തിൽ നമ്മൾ വാങ്ങിയ ടൈമിൽ നല്ല രീതിയിൽ മൈലേജ് തരികയും പിന്നെ അത് യൂസേജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന മൈലേജ് ഭയങ്കരമായിട്ട് ഷോർട്ടാകുകയും ചെയ്യും. കമ്പനി അവകാശപ്പെടുന്നത് മിക്ക സ്കൂട്ടറുകൾക്കും ഒരു 55-60 ആ റേഞ്ചിൽ മൈലേജ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് റിയൽ ലൈഫിൽ ആ മൈലേജ് ഒരിക്കലും കിട്ടാറില്ല. അതിന് കാരണങ്ങൾ പലതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്രയും മൈലേജ് ഷോർട്ടേജ് വരുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോണത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പുതിയ വാഹനം എടുത്തെന്ന് വെച്ചോ, ആ വാഹനത്തിൻ്റെ ആദ്യത്തെ 2 സർവീസുകൾ, അതായത് ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും കഴിയുന്നവരെയെങ്കിലും ആ വാഹനം നല്ല രീതിയിൽ യൂസ് ചെയ്യണം. അതായത് അധികം റഫായിട്ട് റൈഡ് ചെയ്യാതെ ഒരു എക്കോണമി സ്പീഡിൽ, അതായത് ഒരു 50-60 ആ സ്പീഡ് റേഞ്ചിനകത്ത് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഈ പറഞ്ഞ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട എല്ലാ സർവീസുകളും ഷോറൂമുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ ചെയ്യണം. അതിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പീരിയോഡിക്കായിട്ട് നമ്മൾ എന്തായാലും വണ്ടിയുടെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം. അതായത് നോർമലി ഒരു ഗിയർലെസ് സ്കൂട്ടറിൻ്റെ ഒരു 3500-4000 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മിക്കവരും എൻജിൻ ഓയിൽ മാത്രമേ ചേഞ്ച് ചെയ്യാറുള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യങ്ങളുമുണ്ട്. നമ്മൊരു 4 പ്രാവശ്യമെങ്കിലും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ 1 പ്രാവശ്യമെങ്കിലും ഈ കാണുന്ന ഭാഗത്തെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് എയർ ഫിൽട്ടർ. നിങ്ങൾക്ക് എല്ലാ ഗിയർലെസ് സ്കൂട്ടറുകളിലും എയർ ഫിൽറ്ററിനെ പറ്റി അറിയാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾ ഈ കാണുന്ന മെയിൻ എയർ ഫിൽറ്റർ മാത്രമേ നിങ്ങൾ സർവീസിൻ്റെ ടൈമിൽ ചേഞ്ച് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർവീസ് സെൻറ്ററിലുള്ള ആളുകൾ ചേഞ്ച് ചെയ്യാറുള്ളൂ. ഇത് കൂടാതെ ഈ എയർ ഫിൽറ്റർ കൂടാതെ നമ്മുടെ ഗിയർലെസ് വാഹനങ്ങളിൽ മറ്റൊരു സെക്കൻഡറി എയർ ഫിൽറ്ററും കൂടിയുണ്ട്. ആ എയർ ഫിൽറ്റർ ഈ പറഞ്ഞ പോലെ പൊടിയോ ഡസ്റ്റോ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റോ എന്തെങ്കിലുമൊക്കെ കയറി അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൈലേജ് ഷോർട്ടേജ് ഉണ്ടാകാം. ഈ ആക്റ്റീവ പോലെയുള്ള വാഹനത്തിൽ ഈ സെക്കൻഡറി എയർ ഫിൽറ്റർ സ്ഥിതി ചെയ്യണത് ഇത് എവിടെയാണ്? ഇത് ഈ ഒരു ബോക്സ് കണ്ടോ, ഇവിടെയായിട്ടാണ് ഈ സെക്കൻഡറി എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ഷോർട്ടേജ് ഉണ്ടാവാം. ഈ സെക്കൻഡറി എയർ ഫിൽറ്ററിൻ്റെ ചേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്നുള്ള വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വാഹനങ്ങളിലെ ടയർ പ്രഷറാണ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് ടയർ പ്രഷർ വീക്കിലി എങ്കിലും ചെക്ക് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ ഡെയിലി ഒരു 25-50 കിലോമീറ്റേഴ്സ് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ടയറിലെ പ്രഷർ എന്തായാലും ആഴ്ചയിൽ ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഇപ്പോൾ 2 പേരൊക്കെ വെച്ച് സ്കൂട്ടറിൽ സ്ഥിരം യാത്ര ചെയ്യുകയാണെങ്കിൽ അത് മൈലേജിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതില്ലാതിരിക്കാനായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ എയർ പ്രഷർ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പീരിയോഡിക് സർവീസിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ. എല്ലാ സ്കൂട്ടറുകളുടെയും സ്പാർക്ക് പ്ലഗ് ഒരു നിശ്ചിത കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്തിടേണ്ടി വരും. അപ്പം നമ്മുടെ സ്പാർക്ക് പ്ലഗ് എത്രമാത്രം പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. കാരണം കറക്റ്റായിട്ട് സ്പാർക്കും കാര്യങ്ങളും വന്നില്ലെങ്കിൽ അത് ഫ്യൂവൽ കറക്റ്റായിട്ട് കത്താതിരിക്കുകയും നമുക്ക് ഈ പറഞ്ഞ മൈലേജ് ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്യും. ഈ പറഞ്ഞ സ്പാർക്ക് പ്ലഗ് നമുക്ക് തന്നെ വീട്ടിൽ ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു ഘടകമാണ് വീലിൽ കാണുന്ന ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ. ഈ പറഞ്ഞ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻസുകൾ ഉണ്ടായാലും മൈലേജ് ഷോർട്ടേജ് ഉണ്ടാവും. നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇനീഷ്യലായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ കയറി വരികയും അത് കഴിഞ്ഞ് RPM കൂടുമ്പോൾ വൈബ്രേഷൻ മാറി സ്മൂത്തായി വണ്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലച്ചിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെൽറ്റിൻ്റെയോ ഭാഗത്ത് കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കംപ്ലയിൻസ് ഉള്ള വണ്ടികളിലും ഈ പറഞ്ഞ മൈലേജ് ഷോർട്ടേജ് കാണിക്കാറുണ്ട്.
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഫ്യൂവൽ പമ്പുകളിൽ നിന്ന് മാത്രമേ ഫ്യൂവൽ അടിക്കാൻ പാടുള്ളൂ. അതും ഫ്യൂവൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ റൗണ്ടായിട്ട് ഫില്ല് ചെയ്യാതിരിക്കാം. മാക്സിമം നിങ്ങൾ റൗണ്ട് ഫിഗർ അല്ലാതെ ഇപ്പോൾ 110, 520 രൂപക്കൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 5 ലിറ്റർ അടുക്കുകയാണ്. അപ്പോൾ ഏതൊരു 350 രൂപയൊക്കെ തന്നെ ഈ സാധനം അത്യാവശ്യം ഫുൾ ടാങ്ക് ആകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൈലേജിന് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വാഹനം ബിൽഡ് ചെയ്തേക്കണത് ചെറിയ ഡിസ്റ്റൻസുകൾ കവർ ചെയ്യാനായിട്ടാണ്. അതായത് ഒരു ബൈക്ക് ചെയ്യുന്ന പെർഫോമൻസ് ഒരിക്കലും ഒരു സ്കൂട്ടറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എക്കോണമി സ്പീഡിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൈലേജിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് ഒരു 40 മുതൽ 60 കിലോമീറ്റർ സ്പീഡിൽ താഴെ വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.